ഹലോ, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇതിന് നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ചിക്കൻ റാപ്പെന്നോ പൊറോട്ട റാപ്പെന്നോ ഷവർമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. എന്നിട്ട് അരമണിക്കൂറോ മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം. ഞാൻ ഒരു സവാളയും ക്യാബേജും കുറച്ച് ക്യാരറ്റും എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്കൊരു മയോണൈസ് തയ്യാറാക്കാം. ഞാൻ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മയോണൈസ് കട്ടിയാവുന്നത് വരെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മയോണൈസിൻ്റെ 3/4 ഭാഗത്തോളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. വെജിറ്റബിളും ചിക്കനും മയോണൈസും എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഞാൻ റാപ്പ് തയ്യാറാക്കാനായിട്ട് പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. പൊറോട്ടയോ ചപ്പാത്തിയോ ഹൂസോ ഏതായാലും കുഴപ്പമില്ല, എല്ലാം ഒരേ ടേസ്റ്റ് കണക്കാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്. പൊറോട്ടയിൽ മയോണൈസ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സും കൂടെ ഒന്ന് പൊറോട്ടയുടെ സെൻറ്ററിലായിട്ട് നീളത്തിന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടത് ഇങ്ങനെ തിരിച്ച് മടക്കി റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റാപ്പ് അല്ലെങ്കിൽ ഷവർമ എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും ഇത് വിളിക്കാം. ഷവർമ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.